പിണറായിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാനാവില്ല എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനവുമായി CPM. വിമർശിക്കുമ്പോൾ ചില മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പ്രസംഗം കേട്ടപ്പോൾ ഓർമ്മ വന്നത് രാഹുൽ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യുന്ന കാർട്ടൂണാണെന്നും ബേബി പറഞ്ഞു. BJPയുടെ സഹായിയായി രാഹുൽ ഗാന്ധി മാറുന്നുവെന്ന് പിണറായി വിമർശിച്ചു. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതല്ല രാഹുലിന്റെ സമീപനമെന്നും പിണറായി. എതിർ രാഷ്ട്രീയ ചേരികളിലായതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്നാണ്. പിന്നെ ഞാനിവിടെ ഒരു പത്രത്തിൻ്റെ കാർട്ടൂൺ തന്നെ കണ്ടു. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഞാൻ കണ്ടത്. പിണറായി ആലിംഗനം ചെയ്യാൻ എനിക്ക് കഴിയില്ല രാഷ്ട്രീയ വിയോജിപ്പ് മൂലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നതും ഈ രംഗമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. എന്നാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിമർശിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതയും നിലവാരവുമുണ്ട്. അത്തരമൊരു സംസ്ഥാനത്ത് വന്നിട്ട് CPM-ഉം BJP-യുമായി ഡീലുണ്ട് എന്ന് പറയുന്നതിനെ അസംബന്ധമെന്ന് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറെ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. കെട്ടിപ്പിടിക്കല് സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ല. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും, അല്ലെങ്കിൽ കൈകൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ സംസാര രീതി തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യ വേദിയെ കാണുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, രൂക്ഷമായ വാക്പോര് തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ യോഗത്തിലെ പ്രസംഗം പുറത്തുവിട്ടതിന് പിന്നാലെ CPM എങ്ങനെയാണ് ആ പ്രസംഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എടുക്കുന്നത്? പിണറായി വിജയന്റെ പ്രതികരണത്തെയും ഏറ്റവും ഒടുവിൽ MA ബേബിയുടെയും പ്രതികരണങ്ങൾ കൂടി വായിച്ചെടുക്കുമ്പോൾ ഇത് എത്ര കണ്ട് വിവാദമാക്കി നിർത്താൻ ശ്രമിക്കും CPM? ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിയ പ്രസ്താവനയെ വളരെ നിശിതമായി തന്നെ വിമർശിക്കുകയാണ് MA ബേബി ആണെങ്കിലും അതോടൊപ്പം തന്നെ പിണറായി വിജയനായാലും ചെയ്തിരിക്കുന്നത്. പിണറായിയുടെ വാക്കുകളുടെ മൂർച്ച കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തികൾ അത് ഇന്ത്യ മുന്നണിയെ തെറ്റായി അല്ലെങ്കിൽ നെഗറ്റീവായി തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ BJPക്ക് സഹായിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ CPM മാത്രമല്ല, തേജസ്വി യാദവ് ഉൾപ്പെടെ അല്ലെങ്കിൽ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഇതര മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന അർത്ഥത്തിൽ പക്വമായാണ് കാര്യങ്ങളെ സമീപിക്കേണ്ടത്. സംസ്ഥാനത്തുള്ള പോരാട്ടങ്ങളെ, പ്രശ്നങ്ങളെ ദേശീയതലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ശരിയായില്ല എന്ന് കൃത്യമായി MA ബേബിയും പറയുന്നു. മാത്രമല്ല ഇതിൽ മോദിയെ ആലിംഗനം ചെയ്യുന്ന സംബന്ധിച്ചുള്ള ചിത്രം സംബന്ധിച്ചുള്ള പരാമർശം പിണറായിയും MA ബേബിയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പിണറായിയെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വിമർശനത്തുള്ള ഒരു വശം കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിയെ കെട്ടിപ്പിടിച്ച ചിത്രം കൂടി കാണിച്ചുകൊണ്ട് അതിനെ ഇതാകില്ലേ എന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ആ ഒരു റെഫറൻസ് കൂടി വെച്ചുകൊണ്ടാണ് ശരിക്കും പ്രതികരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇന്നലത്തെ പ്രസംഗം ഒന്നും മാത്രമല്ല, അത് പുറത്തുവിട്ട ഒരു രീതിയെ വളരെ കൃത്യമായി തന്നെ അവർ വിമർശിക്കുന്നുണ്ട്. ഒരു ഇന്ത്യ മുന്നണി എന്ന അർത്ഥത്തിൽ ദേശീയതലത്തിലുള്ള എല്ലാ മുന്നണിക്കും BJP ഇതര പാർട്ടികളുടെ ഒരു മുന്നണിയുടെ നേതാവായി വർത്തിക്കുന്ന രാഹുൽ ഗാന്ധി ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് ശരിയായില്ല എന്ന് കൃത്യമായി പറയുന്നു. ഒരു പരിധി കൂടി കടന്നുകൊണ്ട് BJPക്ക് സഹായിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തികൾ എന്നുകൂടി പറയുന്നുണ്ട്. DMK ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല പാർട്ടികളോടുള്ള സമീപനത്തെക്കുറിച്ചും ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുടെയും
പരിമിതികളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വിമർശനത്തിലേക്ക് പോകുന്നു. എന്തായാലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങളായി അങ്ങ് അവസാനിപ്പിച്ചു പോകുമായിരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെ വളരെ ഗൗരവത്തിലാണ് CPM എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിനെതിരായ വിമർശനത്തിനെ മൂർച്ച കൂട്ടാൻ കുറച്ചുകൂടി, പ്രത്യേകിച്ച് നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ നേതാവെന്ന് മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസിനും UDF-നും ഒരു വലിയ തോതിലുള്ള ജനപിന്തുണ കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും സ്ഥാനാർത്ഥിത്വവും അതിനുശേഷമുള്ള എല്ലാ ക്യാമ്പയിനിങ്ങും ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു വിമർശന പദ്ധതിയായി ഇതിനെ കൊണ്ടുപോകാൻ ഒരു പക്ഷേ CPM-ന് കഴിഞ്ഞേക്കുമെന്ന്, അല്ലെങ്കിൽ CPM ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കൃത്യമായ വിമർശനം, അതോടൊപ്പം തന്നെ രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയിരിക്കുകയാണ് CPM. അതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ മയപ്പെടുത്തി പറഞ്ഞെങ്കിൽ പിണറായി വളരെ കൃത്യമായി തന്നെ രൂക്ഷമായ ഭാഷയിൽ BJP സഹായിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുലിന്റെ പ്രവൃത്തികൾ പോകുന്നു എന്നുള്ള ഒരു കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യെസ്, അപ്പോൾ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാൻ പിണറായിയെ പറ്റില്ല എന്നത് വലിയൊരു ആയുധമായി നിശ്ചയമായും CPM എടുക്കും. അത് വരും കാലങ്ങളിലടക്കം കോൺഗ്രസിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ കത്തിച്ചു പിടിക്കാനുള്ള വലിയൊരു വടിയും കൂടിയാണ്. ആ വടി നിശ്ചയമായും ഇട്ടുകൊടുത്തത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തന്നെയാണ്. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.